പക്ഷേ ലൈഫിൽ നെഗറ്റീവ് എനർജി അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം കോളേജിൽ പഠിക്കുമ്പം എൻ്റെ തോന്നലാണോ എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വട്ടം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദറിനെ കണ്ടത് സ്വപ്നമാണോ അതോ നേരിട്ട് ആണോ? സ്വപ്നത്തിലല്ല, അതായത് മരിച്ച ഓരാണ്ട് വരൂല്ലേ നമുക്ക്, ഓരോ വർഷം കൂടുമ്പോഴത്തേക്ക് വരുന്ന സമയത്ത് യൂഷ്വലി എന്താ പറയാ, ഞാൻ അന്ന് രാവിലെ ഉണരാറ് എന്നെ സാധാരണ ഒന്ന് കൊട്ടി വിളിക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടാണ്. ഇപ്പൊ കുറച്ചായിട്ടില്ല, മരിച്ച് കുറച്ച് സമയങ്ങളിലായിരുന്നു കേട്ടോ. അത് എനിക്ക് ഒരു പ്രായം വരെ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് എൻ്റെ തോന്നലാണോ, പക്ഷെ എന്നെ ഒന്ന് വിളിച്ചുണർത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബർത്ത്ഡേസ് ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അതും ഒരു 4-5 years ആയിട്ട് അതുമില്ല. അത് എൻ്റെ സമയക്കേടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പം ഒരു വട്ടം നമ്മുടെ അവിടെ ഒരു മരിച്ചുപോയൊരു ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചീനെ ഞാൻ മരിച്ച അന്ന് രാത്രിയിൽ അതൊരു നടന്നു വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോൾ അവിടെ മരിച്ചു എന്ന് പറഞ്ഞോട് പുള്ളിക്കാരത്തി ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു എന്ന്, മരിച്ചതായിട്ട് അവിടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തേക്കുന്നു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു അതുവഴിയൊക്കെ പോകാൻ്റെ. ഇരുട്ടത്തോടെ പിന്നെ നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അത് കണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടതാ. അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കണ്ടതാണ്. കാരണം വെച്ചാൽ ഞാൻ വേറൊരാളെന്ന് വെച്ചോണ്ട് ജസ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാന്ന് ഓർത്തോണ്ട് ഞാൻ അവളെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അല്ല ചേച്ചിനെ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കയറുകയും ചെയ്തു. പിറ്റേ ദിവസം കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ പടം ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നു, പിന്നെ മരിച്ചതായിട്ട് കാണിക്കുന്നു. അന്ന് രാത്രി പുള്ളിക്കാരത്തി വീട്ടിൽ മരിച്ചതാണ്. അത് ഞാൻ കാണുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നെഗറ്റീവ് ആണല്ലോ. അതെ. പക്ഷെ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? എൻ്റെ ഗ്രാൻഡ് പേരൻസ് 2 പേര് എൻ്റെ ഫാമിലിയിൽ മിക്കവരും തന്നെ ടീച്ചേഴ്സാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്നിലേക്ക് വന്നു ചേർന്നു എന്ന് വേണം പറയാം. ഞാനായിട്ട് സെലക്ട് ചെയ്തതല്ല. ഒരു ജോലിയിലേക്കൊക്കെ കയറിയപ്പോൾ ആദ്യമേ കിട്ടിയ ജോലി ഇതായിരുന്നു. അങ്ങനെ കയറി, പിന്നെ അതങ്ങ് ഇഷ്ടമായി. പിന്നെ മക്കളൊക്കെ അല്ലേ കൂടുതലുള്ളത്, അപ്പം നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും അവരുടെ കൂടെ. അങ്ങനെ സെലക്ട് ചെയ്തതാണ്. +2 പിള്ളേരെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നാട്ടില്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? ഇപ്പം grade 1 and 2. ഓക്കെ. ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? നല്ലതാണോ അതോ ബുദ്ധിമുട്ടാണോ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ? വലിയ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മച്ചുവേർഡ് അല്ലേ. അപ്പം അന്നേരം അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് എന്താ പറയുക, ഇഞ്ച് ടു ഇഞ്ച് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഒരു ആസ് എ പേരൻറ്റ് കൂടെ ഉണ്ടാവണം. അപ്പം ഒരു ചെറിയ കാര്യം വന്നാലും ടീച്ചർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഓടി വരും. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ക്ലാസ്സിലൊരു കുട്ടി തലകറങ്ങി വീണു. അപ്പം കണ്ണ് തുറന്നപ്പോഴത്തേക്ക് കുറേ ടീച്ചേഴ്സ് കൂടി നിൽക്കുക. അപ്പം അവന് കംഫർട്ടബിൾ ഞാനാണ്. അവൻ എന്നെ കണ്ടില്ല, ഞാൻ സൈഡിലായതുകൊണ്ട് എന്നെ കണ്ടില്ല. ബാക്കിയുള്ളവരെ കണ്ടപ്പോഴത്തേക്ക് അവൻ കൂടുതൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടായി. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്നെ അങ്ങ് ഹഗ് ചെയ്തു. അപ്പോൾ അതിനുള്ള ആ ഒരു കംഫേർട്ട് നമ്മുടെ കുഞ്ഞു മക്കളിൽ നിന്നാണ് കൂടുതൽ കിട്ടുക. വലിയ മക്കളുടെ അടുത്തു നിന്ന് അത് എക്സ്പെക്ട് ചെയ്യരുത്. അവർ ഗ്രോണപ്പാണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചൈൽഡിഷ്നെസ്, ആ ഒരു ഇന്നസെൻസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്നേഹം അത് ഭയങ്കരമായിട്ട് 1 and 2 നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്.